2001 പുറത്തിറങ്ങി മികച്ച വിജയമായി മാറിയ ഒരു ചിത്രമായിരുന്നു ഈ പറക്കും തളിക. താഹ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപ്, ഹരിശ്രീ അശോകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നിത്യദാസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. നിത്യദാസിന്റെ കരിയറിലെ ആദ്യത്തെ ചിത്രം കൂടെയായിരുന്നു ഈ പറക്കും തളിക. ഇതിൽ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സുന്ദരൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഹരിശ്രീ അശോകൻ ഈ സിനിമയിൽ എത്തിയത്. ഈ സിനിമയിൽ സുന്ദരൻ എലിയുടെ പിന്നാലെ പോകുന്ന സീനുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആ സീൻ ഷൂട്ട് ചെയ്തതിനെ കുറിച്ച് പറയുകയാണ് ഹരിശ്രീ അശോകൻ. ഒരു ദിവസം ഒരു എലിക്ക് 50 രൂപ വെച്ച് കൊടുക്കണം. ആൾക്കാര് എലിയെ തരാനായി ക്യൂ ആയിരുന്നു. അവസാനം ഒരു എലിക്ക് 200 രൂപ വരെയായി. ഓരോ തവണ ഷൂട്ട് ചെയ്യുമ്പോഴും എലി ഓടിപ്പോകുമായിരുന്നു. പുറകെ അടിക്കാനായി വടിയും കൊണ്ട് പോയാൽ ഓടിപ്പോകാതിരിക്കുമോ? പിന്നെ എലി എവിടെയും നിൽക്കില്ലായിരുന്നു. ചില സമയത്ത് നിലത്ത് വെച്ചാൽ അപ്പോൾ തന്നെ ഓടിക്കളയും. പിന്നെയാണ് വെള്ള എലിയെ വാങ്ങി അതിന്റെ മേലെ കറുത്ത പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചത്. അതിനെ കളർ ചെയ്തു. ക്ലോസ് സീനുകളൊക്കെ ആദ്യം തന്നെ എടുത്തിരുന്നു. എലിയെ ബസിന്റെ ഇടയിലൂടെയൊക്കെ ഓടിച്ച് ഞാൻ തല്ലുന്ന സീൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ ഞാൻ ടങ്കീസ് കെട്ടി മറ്റേ അറ്റം എലിയുടെ കാലിൽ കെട്ടിക്കൊണ്ടാണ് ചെയ്തത്. അല്ലാതെ നമുക്കതിനെ നോക്കിയാൽ അത് എങ്ങോട്ടാണ് ഓടുക എന്ന് പെട്ടെന്ന് മനസ്സിലാകില്ല. എന്നാൽ ടങ്കീസ് കെട്ടിയത് കാരണം അത് വലിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഓടിയാൽ മതിയല്ലോ. എലിയുടെ പുറമെ ഞാൻ ഓടുമ്പോൾ എന്റെ കയ്യിൽ ടങ്കീസ് ഉണ്ട്. അത് പക്ഷേ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഹരിശ്രീ അശോകൻ പറയുന്നു.